ഹലോ വ്യൂവേഴ്സ്, ഇന്ന് കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ വന്നു. ഞാനൊരു ഇൻറ്റീരിയർ ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ വന്ന് ഫസ്റ്റ് തന്നെ കുറച്ച് നേരത്തേക്കൊന്ന് പ്രെയർ ചെയ്തിട്ടാണ് എൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോറൂമിൽ ഒരു ഷോറൂം മാനേജറുണ്ട്. പുള്ളി വരുന്നത് 11 o'clock. അപ്പോൾ ആ ടൈം വരെ ഞാൻ ഒന്ന് ഷോറൂമിലിരിക്കും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലത്തെ കുറച്ച് റിപ്പോർട്ട് മേക്കിങ്ങും കുറച്ച് അത്യാവശ്യം കോൾസൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ട് നേരെ ഞാൻ എൻ്റെ സീറ്റിൽ പോയിരിക്കും. ഇതാണ് എൻ്റെ സീറ്റ്. എൻ്റെ ഒപ്പം തന്നെ എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ഓപ്പറേഷൻ മാനേജേഴ്സ് എല്ലാം. പിന്നെ വൈകിട്ടായപ്പോൾ വീട്ടിലെത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഉള്ളതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ സൺഡേ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഗ്രാൻഡായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പിള്ളേരൊക്കെ പറയും ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ കൊടുക്കും. അപ്പോൾ പിന്നെ അതുമല്ല, ഇന്ന് ഞങ്ങളെല്ലാവരും പുറത്ത് പോയി കഴിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ അച്ഛനാണെങ്കിൽ പുറത്തിങ്ങനെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സിലും പോയി കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഡബിൾ ഓംലെറ്റ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡബിൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള, പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ മൂത്ത മോളും ബ്രദറിൻലോയും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്ത് കഴിക്കാൻ പോയേക്കുക. അപ്പോൾ എൻ്റെ ഇളയ മോക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. അവളാണെങ്കിൽ തീരെ കുഞ്ഞായതുകൊണ്ട് അവൾക്ക് എല്ലാവർക്കും ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവളെയും കൊണ്ടൊന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ അച്ഛൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് അച്ഛൻ്റെ ഡിന്നറും കാര്യങ്ങളൊക്കെ അങ്ങ് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ടേബിളിൽ അങ്ങനെ വെച്ചിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അതേ എല്ലാം റെഡിയാക്കി ഞാൻ അച്ഛനൊക്കെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഞാനും മോളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ചോപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട്. അത് വടക്കേക്കോട്ടയിൽ ജസ്റ്റ് 5 മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് ചോപ്സ്റ്റിക്കിലെത്തിയിട്ട് അവിടെ താഴത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുകയാണ്. നല്ലൊരു റെസ്റ്റോറൻ്റ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റ്. പ്ലസ് വീടിൻ്റെ അടുത്തായതുകൊണ്ട് വലിയ റോഡിൻ്റെ വലിയ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എത്താമല്ലോ. ഞങ്ങൾ പോസിങ് ആട്ടോ. ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യണ സമയത്ത് ഹസ്ബൻഡും വന്നു. ഞങ്ങൾ വീടിൻ്റെ അടുത്തായതുകൊണ്ട് വീട്ടിലൊക്കെ ചില സമയത്ത് വീട്ടിലൊക്കെ കൊടുക്കുന്ന ഉടുപ്പന്നെ ഇട്ട് തന്നെ ഞങ്ങൾ വരാറുള്ളത്. പാർക്ക് ചെയ്തിട്ട് ചോപ്സ്റ്റിക്കിൽ കയറിയപ്പോഴാണ് കാണുന്നത്. പൊന്നോ, ചോപ്സ്റ്റിക്കിൽ ഒട്ടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ പോലും ഒരു ടേബിളില്ലായിരുന്നു. ഇരിക്കണോ പോകണോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഭാഗത്തിന് ഒരു ഫാമിലി കഴിച്ച് കഴിഞ്ഞ് അവർ എഴുന്നേറ്റ് പോണ സമയത്താണ് നമ്മൾ കയറുന്നത്. അതുകൊണ്ട് ആ ഒരു ടേബിൾ നമുക്ക് കിട്ടി. എനിക്ക് പൊതുവേ ഞങ്ങൾ ഫാമിലി എല്ലാവർക്കും ഈ റെസ്റ്റോറൻറ്റ് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ വീടിൻ്റെ അടുത്താണ്. പിന്നെ ഫുഡൊക്കെ വളരെ നല്ലതാണ്, ടേസ്റ്റി ഫുഡ്. അപ്പോൾ ഫുഡ് വന്നപ്പോഴത്തേക്ക് അത് കഴിക്കാനുള്ള കോൺസെൻട്രേഷനിൽ ഞങ്ങൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തില്ല ഫുഡിൻ്റെ. ഫുഡ് കഴിച്ചു. നേരെ ഇനി വീട്ടിൽ പോകാനുള്ള പ്ലാനാണ്. വീട്ടിൽ പോയി ഒന്ന് വേഗം കിടന്ന് ഉറങ്ങുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.